എസ് നമുക്ക് വടക്കൻ പറവൂരിലേക്ക് ഒന്ന് പോകണം. പറവൂരിൽ അവിടെ വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പറവൂരിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്തവണ്ണമുള്ള വലിയ പോരാട്ടത്തിന്റെ ഒരു പ്രതീതി അവിടെയുണ്ട്. ടൈസൺ മാസ്റ്റർ നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന കാര്യത്തിൽ എസ് കെ അവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കലാമണ്ഡലം രമാദേവി കുഞ്ഞുമ്മയുടെ ശിഷ്യനാണ്. അതെ, രമാദേവി കുഞ്ഞുമ്മയുടെ ശിഷ്യന്മാർ ഇറങ്ങി തുടങ്ങി എസ് കെ. കുഞ്ഞമ്മ ടീച്ചർ ഫേമസ് ആയി. പറവൂറായി ഡാൻസിന്റെ ദൃശ്യങ്ങൾ പറവൂർ നിന്നാണ്. ചേട്ടൻ മിക്കവാറും ഈ ചേട്ടനെ കുഞ്ഞമ്മയുടെ കീഴിൽ തന്നെ ഡാൻസ് പിടിച്ച ആളാണെന്ന് തോന്നുന്നു. എസ് കെ കലാമണ്ഡലം രമാദേവി കുഞ്ഞമ്മയുടെ ശിഷ്യന്മാർ ഒരാൾ ടൈസൺ മാസ്റ്റർ വേണ്ടി കളിക്കുന്ന ഡാൻസാണിത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീടിക്ക് വേണ്ടി കളിക്കുന്ന ആൾക്കാർ ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിപിൻ സി വിജയൻ ഈ ഡാൻസ് കളിക്കുന്ന ഉടമസ്ഥനെ കണ്ടെത്തിയോ? പറയൂ. ജനാധിപത്യത്തിന്റെ ഉത്സവം അത് ആഘോഷമാക്കുകയാണ് പറവൂരുകാരും. പറവൂരിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പൂരിശിന പരിസരത്താണ്. അവിടെ 3 മുന്നണികളുടെയും വാഹനങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊക്കെ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചയുള്ളത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ എത്തുകയും ഇവിടെ നിറയെ തന്നെ ആ ഒരു കലാശക്കൊട്ടിന്റെ പൊടിപൂരത്തിലേക്ക് പറവൂര് മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് കേൾക്കുന്നത് പോലെ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പാരഡി ഗാനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടൈസൺ മാസ്റ്റർക്ക് വേണ്ടി ഡാൻസ് കളിച്ച് വലിയ ആഘോഷമാക്കുന്നു ഓരോ പ്രവർത്തകരും. അത് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആവേശത്തിലാണ്. ഈ ആവേശം സഖാവ് ടൈസൺ മാഷ് 25 വർഷത്തിന് ശേഷം ഇതാ മുന്നോട്ട് കടക്കുകയാണ്. ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ് എസ് കെ ഇവരെല്ലാം തന്നെ പറയുന്നത്. ആ ഒരു ആഘോഷ തിമർപ്പിലേക്ക് പറവൂർ മാറുന്നു. 2011 പന്ന്യൻ രവീന്ദ്രൻ വന്നിട്ട് പോലും ആ ഒരു വി ഡി സതീശന്റെ ആ ഒരു കോട്ടയ്ക്ക് ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്രാവശ്യം ഇ ടി ടൈസൺ മാസ്റ്റർക്ക് അത് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം 21,000-ലധികം ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ച് കയറിയത്. ഇപ്രാവശ്യം അത് കൂട്ടുമെന്നുള്ളത് UDF തകർക്കും എന്നുള്ളത് LDF ഒരുപോലെ പറയുന്നു. NDA ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വത്സല പ്രസന്നകുമാരാണ്. 3 വാഹനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കൊട്ടിക്കലാശത്തിലേക്ക് കത്തിക്കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. മധ്യ കേരളത്തിൽ തന്നെ UDF ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമായി പറവൂർ മാറുന്നു. അതിന് മാറ്റം വരുമോ എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമായി നിൽക്കുകയാണ്. ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വീറും വാശിയും അത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. ഇത് പറവൂരിൽ മാത്രം നിൽക്കുന്നതല്ല, അടുത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും, അതായത് 14 മണ്ഡലങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന. മറ്റു മണ്ഡലങ്ങളിലും ആളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആളും ആരവും അർത്ഥവുമായി ഈ കൊട്ടിക്കലാശം പാലയിൽ നിന്നുള്ള ഡാൻസ് ആണ്. അവിടെയും ഈ കലാമണ്ഡലം എത്തിയോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അല്ലേ ഓക്കെ ഡാൻസിന്റെ ഒരു കേന്ദ്രമായിരിക്കുമെന്ന് നമുക്ക് ഒരു ഡാൻസിന്റെ ഒരു ചെറിയ ത്രില്ല് വരുന്നുണ്ട്. പിന്നെ ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചു കഴിഞ്ഞു കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മയുടെ ശിഷ്യത്തിലാണ് രമാദേവി കുഞ്ഞമ്മയാണ് അദ്ദേഹത്തിന്റെ ഗുരു. നമുക്ക് ഗുരുവിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മണ്ഡലങ്ങളിൽ വലിയൊരു വീറും ആവേശവും പകരുന്ന കൊട്ടിക്കലാശത്തിന് അരങ്ങൊരുക്കുകയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.